എല്ലാവർക്കും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. കാരണം ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ പോലും ഒട്ടും ചിന്തിക്കാത്ത ഒരു ഇവൻറ്റിലേക്കാണ് ഇന്ന് പോകാൻ എനിക്ക് അവസരം കിട്ടിയത്. അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇവൻ്റായിട്ടുള്ള ഫ്ലിപ്കാർട്ട് ഗ്ലാമപ്പ് 2026 എന്ന ഇവൻറ്റിലേക്കാണ് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് കേട്ടോ. ഞാൻ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഞാൻ പോകണം എന്ന് എൻ്റെ മനസ്സിൽ ഒട്ടും ഒരു ചിന്തയുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പുറത്തിറങ്ങാൻ കുറച്ച് മടിയുള്ള ആളാണ്. ഇൻട്രോവേർട്ടാണോ എന്ന് ചോദിച്ചാൽ ഇൻട്രോവേർട്ട്. എന്താണ്, എനിക്ക് ഭയങ്കര മടിയാണ് ആൾക്കാരൊക്കെ ഫേസ് ചെയ്യാനുള്ള കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വന്ദന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ഇവൻറ്റിന് പോയതും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയതും. അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ പോവില്ല, മടിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നു. വന്ദനോട് പറഞ്ഞപ്പോൾ വന്ദന ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു. അവൾ പോവാന്ന് പറഞ്ഞു. അത് കാരണം മാത്രമാണ് പോയത്. വന്ദനോട് പറയുമ്പോൾ അവളും ശരിയാ പോണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും പോവില്ലായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇവൻ്റ് തന്നെ മിസ്സായേനെ. അപ്പം നമ്മുടെ ഈ ഇവൻ്റ് നടക്കണത് നമ്മുടെ കൊച്ചിയിലുള്ള ഗ്രാൻഡ് ഹയാത്തിലായിരുന്നു കേട്ടോ. അപ്പം ഹയാത്തിലേക്കുള്ള യാത്ര ഞങ്ങളുടെ അങ്കമാലി വരെ കുട്ടം കൊണ്ടുവന്നാക്കി. കാറിൽ അങ്കമാലിയിൽ അവന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടം വരെ കുട്ടം കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിനാണ് പോയത്. പിന്നെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് ബോൾഗട്ടിയിലേക്ക് പോയത് കേട്ടോ. ബോൾഗട്ടിയിലാണല്ലോ നമ്മുടെ ഹയാത്തുള്ളത്. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. നമ്മുടെ ലുലു മാളിൻ്റെ അടുത്തുള്ള മാരിയറ്റില്ലേ, അതാണ് ഹയാത്ത്. അതെൻ്റെ ഓർമ്മയിൽ ഹയാത്ത് അതാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അത് അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങൾ ഹയാത്തിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 11:15 അവിടെ ഗേറ്റ് ഓപ്പൺ ആവണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു 11:45 12 ആവാറായി എത്തിയപ്പോൾ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് അവർ ഒരു QR കോഡൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ആ QR കോഡ് കാണിച്ചാലാണ് നമുക്ക് എൻട്രൻസ് കിട്ടുള്ളൂ. അപ്പോൾ +1 ഒരാളെ മാത്രമേ നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വേറെ 2 പേരെയും കൂടി കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള ഒരു മനസ്സിലെൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ അവർ ഒരാൾക്ക് മാത്രമാണ് വരാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി വന്ദന തന്നെയാണല്ലോ. അപ്പോൾ ഞാനും വന്ദനയും കൂടിയാണ് അങ്ങനെ പോയത്. അപ്പോൾ നമുക്ക് അവിടെ അസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ ബ്രാൻഡിൻ്റെ റീൽസ് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ബ്രാൻഡ് സാൻഫയുടെ ആയിരുന്നു. അപ്പോൾ നേരെ നമ്മൾ QR കോഡൊക്കെ കാണിച്ച് നമ്മൾ നേരെ അകത്ത് ചെന്ന് നമ്മുടെ ബാൻഡൊക്കെ കെട്ടിത്തരുമ്പോഴുള്ള ആ സന്തോഷം ഉണ്ടല്ലോ. ഞാനിതൊക്കെ ശരിക്കും റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ ആ ബാൻഡൊക്കെ കെട്ടിത്തന്ന് ഞങ്ങൾ അകത്തേക്ക് പോയി. നേരെ പോയപ്പോൾ തന്നെ അവിടെ പരിപാടികൾ പ്രോഗ്രാംസൊക്കെ തുടങ്ങുക, ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ റാം വാക്കാണ് ഫസ്റ്റ് തന്നെ അവിടെ നടക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ പ്രൊഡക്റ്റ് എടുത്തിട്ട് അവിടെ റാം വാക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ബ്രാൻഡ് സാൻഫെ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയി സാൻഫയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് ആ സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അവർ പറഞ്ഞത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനും ഉള്ള സൗകര്യം അവിടെ ഉണ്ട്. നമുക്ക് ഓരോ സെക്ഷനുണ്ട്. വോയിസ് ഓവറിൻ്റെ സെക്ഷൻ, എഡിറ്റിംഗ് സെക്ഷൻ. എഡിറ്റിങ്ങിന് വേണമെങ്കിൽ നമുക്ക് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർ എഡിറ്റ് ചെയ്ത് തരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തില്ല, ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തൊക്കെ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ സാൻഫയുടെ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ റാം വാക്ക് ആസ്വദിക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പങ്കെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബ്രാൻഡുകളുടെ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങലാണ് അടുത്ത പരിപാടി. അവിടെ ഫുഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡാണ് കഴിക്കാൻ പോയത് കേട്ടോ. ഫുഡ് കഴിക്കാൻ അവിടെ സ്നാക്സുമായിട്ട് സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. സാൻഡ്വിച്ച്, ഫിംഗർ ടിപ്സ്, അങ്ങനെ സമൂസ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് അതൊക്കെ എടുത്ത് കഴിച്ചു. പക്ഷേ എനിക്കെന്താ എക്സൈറ്റ്മെൻറ്റ് വന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എനിക്കൊന്ന് റിലാക്സ് ആയിട്ടിരുന്ന് പതുക്കെ ഭക്ഷണം കഴിച്ചാലാണ് ഇറങ്ങുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പം എന്തൊക്കെയോ കഴിച്ചു, പക്ഷേ റിലാക്സ് ചെയ്തിട്ടുള്ള ആ മൂഡിലൊന്നും അല്ല ഭക്ഷണം കഴിച്ചത്. വേഗം എന്തൊക്കെയോ വാരി വലിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഓരോ ബ്രാൻഡിൻ്റെ ഇതിലേക്ക് പോയി. നമ്മുടെ ബ്രാൻഡ് സാൻഫി ആണെന്നുണ്ടെങ്കിലും അവർ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് പോലും തന്നില്ല എന്നുള്ളതാണ് എനിക്ക് വിഷമം
വിഷമമായിട്ടുള്ള കാര്യം. ബാക്കി എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഗിഫ്റ്റ് തരുന്നുണ്ട്. എനിക്ക് ആ ബ്രാൻഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേറെ വേറെ ബ്രാൻഡുകളുടെ സ്റ്റാളിലേക്കാണ് കയറിയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും നമുക്കൊരു ചെറിയ ടാസ്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ എല്ലാ ഗിഫ്റ്റ് ഹാമ്പറും കളക്ട് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു ഞങ്ങൾ. അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അവാർഡ് കൊടുക്കുന്നുണ്ട്. അവാർഡ് നമ്മുടെ അപർണയ്ക്കും പിന്നെ ദിൽഷ, പിന്നെ റബേക്ക, പിന്നെ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു കോമഡിയൊക്കെ ചെയ്യണത്. എനിക്ക് കറക്റ്റ് പേരറിയില്ല. അവർക്കൊക്കെ അവാർഡൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ ഭാഗത്തേക്ക് നോക്കാനേ ഇല്ലല്ലോ. അപ്പോൾ ആ അവാർഡൊക്കെ അവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഓരോ ബ്രാൻഡ്സിൻ്റെ ഇതിലേക്കാണ് പോണത്. അവിടെയൊക്കെ നമുക്ക് ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് സുന്ദരിക്ക് പൊട്ടുകുത്തൽ, റിങ് എറിയൽ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ്, ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറേ ഫോട്ടോ സ്പോട്ടുകൾ ഇതേ കണ്ടില്ലേ, ഇതേമാതിരി വെച്ചേക്കണ ഫോട്ടോ സ്പോട്ടുകൾ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണല്ലോ. ഇതൊക്കെ എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വികാസ് എന്ന് പറയുന്ന ആളുടെ, എനിക്ക് കറക്റ്റ് അറിയില്ല, വികാസ് എന്ന് പറയുന്ന ആളുടെ എന്താ പറയുക, നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ, മേക്കപ്പിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പരിപാടികളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും ചുറ്റിക്കറങ്ങായിരുന്നു. എല്ലാവരും കുറേ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ എന്നെ പോലെ ഇങ്ങനെ ഫസ്റ്റ് ടൈം വരണ കുറേ ആൾക്കാരുള്ള കാരണം തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള ആ എന്താ പറയുക ഹെസിറ്റേഷനൊന്നും അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ കുഴപ്പമില്ല, ഓക്കെ ആണ് എന്നുള്ള ഇതായിട്ടോ. അങ്ങനെ ഞങ്ങളും ഓരോ സ്ഥലത്തൊക്കെ കയറി ഇറങ്ങി. ഇത് കല്യാണ എന്തോ ആ സെക്ഷന് ഒരു പേരുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ മുല്ലപ്പൂവുകളൊക്കെ ഉണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്യാം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഓരോ ഇതാണ് കേട്ടോ. വേറെ ആൾക്കാർക്ക് കൊടുത്തേക്കണത് ഈ ബ്രാൻഡിൻ്റെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തന്നത് സാൻഫേയുടെ ആയതുകൊണ്ട് ഞാൻ സാൻഫേയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയില്ല എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് കിട്ടിയത് റിങ് എറിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ വന്ദന പോയി റിങ്ങൊക്കെ എറിഞ്ഞു. റിങ് എറിയാൻ സിമ്പിളാണ്. ആദ്യം കണ്ണ് കെട്ടിയായിരുന്നു അവിടെ റിങ് എറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എല്ലാ ബ്രാൻഡും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാല്ലേ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിന്റെ ഇവിടേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് നമുക്ക് ബാഗൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ബ്രാൻഡിലും കയറി ഇറങ്ങാം. പിന്നെ ഹിമാലയ, വാസ്ലിൻ, വാടിക, ഡോക്ടർ ഷെത്ത്, പ്ലം, അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഓരോരോ ബ്രാൻഡിൻ്റെ ഇതിൽ കയറി ഇറങ്ങി നമുക്ക് ഓരോ പ്രൊഡക്റ്റൊക്കെ നമുക്ക് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഗിഫ്റ്റും ഹാമ്പറും മേടിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മളെവിടെയൊക്കെ പോകും എല്ലാ ബ്രാൻഡിലും നമുക്ക് ഓരോ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് പ്ലം, ബെല്ല വിറ്റ ഇതിലെല്ലാരും കയറി ഇറങ്ങാൻ തേരില്ല. എല്ലാവരും ഫുൾ ബിസിയിലാണ്. എല്ലാ ബ്രാൻഡിലും കയറി ഇറങ്ങലായിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ അവാർഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അപർണ, പിന്നെ ദിൽഷ, റബേക്ക, പിന്നെ കുറേ കോമഡി ഒക്കെ ചെയ്യണ കുറച്ച് 2-3 പേർക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അവാർഡൊക്കെ കൊടുക്കണ ചടങ്ങൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേര് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും ഈ ബ്രാൻഡിൻ്റെ ഒക്കെ പിന്നാലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളും വേഗം പോട്ടെ. അവരൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ ജസ്റ്റ് വന്നു. ഇനി ഞങ്ങൾക്ക് വേഗം ഓടണം. എത്രയോ ബ്രാൻഡുകളുടെ ഒക്കെ കയറി ഇറങ്ങാനുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് അടിക്കണം. എന്തൊക്കെ പരിപാടിയുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ബിന്ദു പണിക്കരില്ലേ, അയ്യോ ഇതെടുത്തില്ല എന്നുള്ള ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെ അവിടെ പോയും ഓരോ ഗിഫ്റ്റ് മേടിക്കലായിരുന്നു. ചില സ്ഥലങ്ങളിലാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വീണ്ടും ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട വന്നു. അങ്ങനെ കുറച്ചൊക്കെ ടൈം അങ്ങനെയൊക്കെ പോയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ ഇനി പാതിരാത്രിയാവും കേട്ടോ. അവിടെ പ്രോഗ്രാമൊക്കെ ഇനിയും ഉണ്ട്. നമ്മുടെ DJ നടക്കുന്നുണ്ട്, നീരജ്
മാധവ് വരുന്നുണ്ട്, സിനിമ പ്രമോഷൻ ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതേ എനിക്കുള്ള ഗിഫ്റ്റ് ഹാമ്പർ ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറും കൂടിയും വാങ്ങിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതേ ഈ കവറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം പോകാൻ. ബസ്സിലാണ് പോണത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് ദേ നീരജ് മാധവ് വരുന്നുണ്ട്. അപ്പോൾ ആളുടെ സിനിമയുടെ പ്രമോഷൻ്റെ ഇതിന് വേണ്ടിയാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലിപ്കാർട്ട് ഗ്ലാമപ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ താങ്ക്സ്. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതിൽ നിറച്ച്